ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷനാണ്, അതായത് ഭിന്നസംഖ്യകളുടെ ഗുണനമാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യകൾ എങ്ങനെ ഗുണിക്കുന്നു എന്ന് നോക്കാം. നമ്മളെടുക്കുന്ന ഭിന്നസംഖ്യകൾ 2 1/2, അതുപോലെ തന്നെ 4 1/2. 2-രെയും 4-രെയും എങ്ങനെ ഗുണിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2ഉം അരയും ചേർന്നതാണ് 2.5. 2 പ്ലസ് അരയാണ് 2.5 ഇൻറ്റു, അതുപോലെ 4.5 എന്ന് പറഞ്ഞാൽ 4ഉം അരയും ചേർന്നതാണ് 4.5. 4 പ്ലസ് 1/2. 2ഉം അരയും 2.5, 4ഉം അരയും 4.5. നമ്മളൊന്ന് മാറ്റി എഴുതിയെന്ന് മാത്രം. ഇനി നമ്മളിതിനൊരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവുകയാണ്, ഭിന്നസംഖ്യകളെ ഗുണിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ 2 പേരുണ്ട്, അതുപോലെ ഈ ബ്രാക്കറ്റിനുള്ളിലും 2 പേരുണ്ട്. അത് ക്ലിയർ ആണല്ലോ. ഈ ബ്രാക്കറ്റിലെ ഒന്നാമത്തെ ആളെ കൊണ്ട് നമുക്ക് ഈ 2 പേരെയും ആദ്യം ഗുണിക്കണം. ഒന്നാമത്തെ ആൾ 2 ആണല്ലോ, ആ 2 കൊണ്ട് ആദ്യം നമ്മൾ 4നെ ഗുണിക്കുന്നു. 2 ഇൻറ്റു 4, 2 ഇൻറ്റു 4. അതേ 2 കൊണ്ട് തന്നെ നമുക്ക് ഈ 1/2നെയും ഗുണിക്കണം. പ്ലസ് 2 ഇൻറ്റു 2. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഇയാളെ കൊണ്ട് ഇവിടുത്തെ 2 പേരെയും നമ്മൾ ഗുണിച്ചു. ഇനി ഈ രണ്ടാമത്തെ ആളെ കൊണ്ട്, ഈ ബ്രാക്കറ്റിൽ ഒന്നാമത്തെ ബ്രാക്കറ്റിലെ രണ്ടാമത്തെ ആളെ കൊണ്ട് നമുക്ക് 2 പേരെയും ഗുണിക്കണം. 1/2 ഇൻറ്റു 4, അതുപോലെ 1/2 ഇൻറ്റു 1/2. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ കൂട്ടുകയാണ്. 2 ഇൻറ്റു 4 നമുക്കറിയാം 8 പ്ലസ് 2 ഇൻറ്റു 1/2 വളരെ ഈസിയാണ് ചെയ്യാൻ. 2 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഇൻറ്റു 4, 1 ഇൻറ്റു 4/2 പ്ലസ് 1/2 ഇൻറ്റു 1/2, 1 ഇൻറ്റു 1/2 ഇൻറ്റു 2. 8 പ്ലസ് 2 ഇൻറ്റു 1 2/2 പ്ലസ് 1 ഇൻറ്റു 4 4/2 പ്ലസ് 1 ഇൻറ്റു 1/2 ഇൻറ്റു 2 4. 8 പ്ലസ് 2/2 നമുക്കറിയാം, മുകളിൽ താഴെ അംശവും ഛേദവും ഒരേ നമ്പറാണെങ്കിൽ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ നമ്പറാണെങ്കിൽ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. 2ൽ എത്ര 2 ഉണ്ട്? 1. അത്രേ ഉള്ളൂ. പ്ലസ് 4ഉം 2ഉം നമുക്ക് ചെറുതാക്കാം. 2ലും ഒരുപോലെ ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പർ 2 ആണ്. 4ൽ എത്ര 2 ഉണ്ട്? 2 എണ്ണം. 2ൽ എത്ര 2 ഉണ്ട്? 1. പ്ലസ് 1/4 ഈക്വൽ ടു 8 പ്ലസ് 1 പ്ലസ് 2/1. ഏത് നമ്പറിൻ്റെ അടിയിലും ഡിനോമിനേറ്ററിലും 1 വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള ന്യൂമറേറ്റർ എന്താണോ, അംശം എന്താണോ, അത് തന്നെയായിരിക്കും ആൻസർ. അംശവും ഛേദവും വരുമ്പോൾ ഛേദം എപ്പോഴും 1 ആണെങ്കിൽ ആൻസർ എപ്പോഴും അംശമായിരിക്കും. അപ്പോൾ 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെ. പ്ലസ് 1/4. 8ഉം 1ഉം 9, 9ഉം 2ഉം 11. 11 പ്ലസ് 1/4. 11ഉം 1/4 എന്ന് പറഞ്ഞാൽ 11ഉം 4ഉം 11/4, 11 1/4. അതായത് 2.5യുടെ 4.5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 11/4. 2.5യെ 4.5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 11/4. 2 1/2 ഇൻറ്റു 4 1/2 ചെയ്താൽ നമുക്ക് 11 1/4 കിട്ടും. ഓക്കെ, അതായത് 4 1/2 ടൈംസ് 2 1/2 എന്ന് പറഞ്ഞാൽ ആൻസർ ഈസ് 11 1/4. ഇങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യകളെ ഗുണിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ?